ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമുക്ക് ക്രിസ്മസ് എക്സാമിന് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട 4 ചോദ്യം, അതിനകത്ത് 2 പരീക്ഷയ്ക്ക് ഉറപ്പാണ്. ആ 4 ചോദ്യം ഏതാണ്, ആ 2 ചോദ്യം ഏതാണെന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പൊ മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക്, സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ. ഞാൻ ആവാഹിച്ചെടുക്കാം. നോക്കിക്കോളൂ, 4 2 ഉറപ്പ്. അതില് ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ചരക്ക് വാഹനങ്ങൾക്ക് ടയറുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ റോഡ് സൈഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് വലിയ ലോറിയൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരുപാട് മരങ്ങളും അല്ലെങ്കിൽ വലിയ വാഹനങ്ങളൊക്കെ ഏറ്റി പോകുന്ന വലിയ ട്രക്കർ പോലത്തെ വലിയ ലോറികളെ കണ്ടിട്ടുണ്ടാവും. അതിലൊരുപാട് എന്തുണ്ടായിരിക്കും, ടയറുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. എന്തായിരിക്കും കാരണം? അപ്പോൾ ഹെവി വെഹിക്കിൾ ഹാവ് മോർ ടയേഴ്സ്. ഇതിന്റെ റീസൺ, കാരണം എഴുതാൻ നിങ്ങളോട് പറയും. ഇതാണ് 4 ചോദ്യം. അതിൽ ആ 1ാമത്തെ ചോദ്യം ഇതാണ്. അപ്പോൾ ചോദ്യം മനസ്സിലായാലോ? അങ്ങേക്ക് ഇതിന്റെ ആൻസർ ഇത്രയുള്ളൂ. എന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ലോറികൾ. ഞാൻ ഇപ്പോൾ വെറുതെ ടാങ്കർ ലോറി വെച്ചെന്നുള്ളൂ. ഇതിനകത്തുണ്ടല്ലോ കുറേ ടയറുകൾ കൊടുക്കുന്നുണ്ടോ. അപ്പോൾ വെയിറ്റ് വളരെ കൂടുതൽ, മാസ്, ഇതിന്റെ വെയിറ്റ് വളരെ കൂടുതൽ, ഫോഴ്സ് വളരെ കൂടുതലാണ്. അപ്പോൾ ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ചക്രങ്ങളുടെ എണ്ണം, വീല് എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഏരിയ എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഏരിയ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യുന്നു, കുറയുന്നു. അതാണ് ശരിക്കും ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പൊ എന്താണ്, റോഡിലെ മർദ്ദം കൂടുതൽ സ്ഥലത്ത് വ്യാപിക്കുന്നതും, അപ്പൊ റോഡിലെ ആ മർദ്ദം കൂടുതൽ സ്ഥലത്ത് എന്ത് ചെയ്യും, വ്യാപിക്കുന്നതിനും അതോടൊപ്പം തന്നെ മർദ്ദം കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏത് രൂപത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ ഓഫ് ടയർസ് ഇൻക്രീസ് ആൻഡ് ഏരിയ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ്, ദാറ്റ് ഈസ് എന്താണ്, പ്രഷർ ഡിക്രീസ് എന്നൊക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ എഴുതിയേക്കാം. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്താണ്, ദ സ്പ്രെഡ് ദ വെയിറ്റ് ഓവർ ലാർജർ ഏരിയ ആൻഡ് റെഡ്യൂസ് ദ പ്രഷർ ഓൺ ദ റോഡ് എന്ന് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ കാരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് 1ാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം അതേപോലെ എന്താണ്, വിമാനം ഉയരത്തിലൂടെ പറക്കുമ്പോൾ ചില യാത്രക്കാർക്ക് മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകുന്നു. നമ്മൾ വിമാനത്തിലേക്ക് പോകുന്ന സമയത്ത്, നിങ്ങൾ വിമാനത്തിൽ പോയിട്ടോ, ചിലപ്പോൾ വിമാനത്തിൽ പോകുന്ന സമയത്ത് അത്രയും ഹൈ ആൾട്ടിറ്റ്യൂഡാണ്, അത്രയും ഉയരത്തിലാണ്. അപ്പോൾ അവിടെ പ്രഷർ വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ മൂക്കിലെ ബ്ലഡ് വെസലൊക്കെ എന്ത് ചെയ്ത് പൊട്ടിയിട്ട് ബ്ലഡൊക്കെ പുറത്തേക്കും. അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിലൊക്കെ ഇങ്ങനെ ചുരമൊക്കെ കയറുന്ന, അല്ലെങ്കിൽ ടൂറൊക്കെ പോകുന്ന സമയത്ത് ചുരം കയറുന്ന ചെവിയൊക്കെ ഇങ്ങനെ അടയുന്ന പോലെ തോന്നിയിട്ടില്ലേ. അപ്പോൾ അതിനൊക്കെ കാരണം എന്താ വെച്ചാൽ റീസൺ എഴുതാൻ പറയാം. അപ്പം എന്താണ്, ഉയരത്തിൽ, വളരെ ഉയരത്തിൽ എന്താണ്, പുറത്തെ വായുമർദ്ദം വളരെ കുറവായിരിക്കും. പക്ഷെ ശരീരത്തിനുള്ള രക്തസമ്മർദ്ദം എന്തായിരിക്കും, അതേപടി തുടരും. നമ്മുടെ ശരീരത്തിലെ പ്രഷർ എത്രയാണ്, ബ്ലഡ് പ്രഷർ എത്രയാണോ, അത് അതേപോലെ തന്നെ ആയിരിക്കും. അതിനാൽ സൂക്ഷ്മമായ രക്തക്കുഴലുകളൊക്കെ എന്ത് ചെയ്യുന്നു, പൊട്ടിത്തെറിച്ചിട്ട് ബ്ലഡൊക്കെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ എയർ പ്രഷർ ഔട്ട്സൈഡ് എന്താണ്, ഡിക്രീസ്, പുറത്ത് എയർ പ്രഷർ വളരെ കുറവായിരിക്കും, മറ്റേ ഹൈ ആൾട്ടിറ്റ്യൂഡ്, നല്ല ഉയരത്തിൽ. ബട്ട് ബ്ലഡ് പ്രഷർ എന്താണ്, ഇൻസൈഡ് ദ ബോഡി എന്താണ്, റിമെയിൻസ് അറ്റ് സെയിം, സോ ദ ബ്ലഡ് വെസൽ മേ ബസ്റ്റ്, പൊട്ടിപ്പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഓർത്തേക്കാം. അതാണ് 2ാമത്തെ ചോദ്യം. ഇനി 3ാമത്തെ ചോദ്യം. 4 ചോദ്യത്തിൽ 2 ഉറപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ 3ാമത്തെ ചോദ്യം, അക്വേറിയത്തിന് താഴെ നിന്ന് വരുന്ന ജലകുമിളകളുടെ വലുപ്പം കൂടി വരുന്നു. ഇല്ലേ, നമുക്കറിയാം വെള്ളത്തിന്റെ ഡെപ്ത് കൂടിക്കഴിഞ്ഞാൽ പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പൊ താഴെ ഭാഗത്തിലൊരു എയർ ബബിൾസ്, അതായത് ജലകുമിളകൾ ചെറുതായിരിക്കും, മുകളിലേക്ക് ഒന്നുകൂടി വലുതാവും, ഒന്നുകൂടി വലുതാവും, ഒന്നുകൂടി വലുതാവും, ഒന്നുകൂടി വലുതാവും, നല്ല വലുതാവും. അപ്പൊ എന്താ കാരണം, താഴെ പ്രഷർ വളരെ കൂടുതലാണ്, മുകളിലേക്ക് പോകുന്ന ഒരു പ്രഷർ എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ മാറുന്നത്. അപ്പൊ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ കാണാം. പരീക്ഷയ്ക്ക് എപ്പോഴും ഇതൊരു ചിത്രം നമുക്ക് ശരിയായ ചിത്രമൊക്കെ എടുത്ത് എഴുതാൻ പറയും. അപ്പൊ എന്താണ്, അടിയിൽ മർദ്ദം വളരെ കൂടുതലാണെന്ന് ഓർത്ത് വയ്ക്കുക, പക്ഷേ കുമിളകൾ ഉയരുമ്പോൾ കുറയുന്നു. അതായത് മുകളിലേക്ക് ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ മുകളിലേക്ക് വരും തോറും മർദ്ദം എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. അപ്പോൾ മുകളിലെ മർദ്ദം താഴ്ന്നത് കാരണം കുമിളകൾ എന്ത് ചെയ്യുന്നു, വികസിക്കുന്നു. അപ്പോൾ മുകളിലെ മർദ്ദം വളരെ കുറവായതുകൊണ്ട് കുമിളകളൊക്കെ എന്ത് ചെയ്യുന്നു, വികസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ട് രീതിയിൽ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. അങ്ങനെ ഗെറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം എഴുതാൻ എപ്പോഴും പരീക്ഷയ്ക്ക് ഷുവറാണ് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതും കാരണം എഴുതാൻ എന്താണ്, കെട്ടിടങ്ങളുടെ തറ പണിയുമ്പോൾ അടിഭാഗം വീതി കൂട്ടി നിർമ്മിക്കുന്നു. ഫൗണ്ടേഷൻ ഓഫ് ബിൽഡിംഗ് ആണ് ഈസ് മെയ്ഡ് വൈഡർ. അല്ലേ, ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെയൊക്കെ എന്ത് ചെയ്യുന്നു, ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ബെൽറ്റൊക്കെ വാർക്കും. അല്ലേ, ചെറിയ ബിൽഡിംഗ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ചെറിയ ബെൽറ്റ് മതി. പക്ഷെ വലിയ മാളുകളെ പോലുള്ള വലിയ ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിലൊക്കെ അത്രയും വൈഡായിട്ടുള്ള എന്തായിരിക്കും, ഫൗണ്ടേഷൻ ആയിരിക്കും. കാരണം എന്താണ്, പ്രഷർ കൂടും. പ്രഷർ കുറയ്ക്കാനപ്പോൾ എന്ത് ചെയ്യണം, ഏരിയ കൂട്ടണം. ഏരിയ കൂടിക്കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, പ്രഷർ കുറയുന്നു. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിശാലമായ ഒരു അടിത്തറ കെട്ടിടത്തിൻ്റെ ഭാരം വലിയ
സ്ഥലത്തേക്ക് വ്യാപിക്കുകയും നിലത്തെ മർദ്ദം കുറയ്ക്കുകയും അത് താഴ്ന്നത് തടയുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കുക, ഇതാണ് 4 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 4 ചോദ്യത്തിൽ 2 പരീക്ഷയ്ക്ക് ഉറപ്പാണ്. സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഒറ്റ തവണ നിങ്ങൾ കണ്ടാൽ മതി, സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ മക്കൾ എന്ത്, ഒരു തവണ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. ഇനി ഈ ചാപ്റ്റർ ഒന്നും പഠിക്കാൻ നിങ്ങൾക്ക് തീരെ കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സൈലത്തിൻ്റെ യോധാ ബാച്ച് ഉണ്ട്. ആ യോധാ ബാച്ചിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് അടിപൊളിയാക്കാം, സെറ്റാക്കാം. ഓക്കെ.